2012 ജൂലൈ 6 തട്ടത്തിമറയത്തിൽ നീമ്പോളി സീം ഇട്ടാണ്. താൻ താനായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യടോ. ദൈവം ചോദിക്കണം പോയടോ. നമ്മുടെ ദൈവത്തിന് അതല്ല പണി. ഞാൻ കുറെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ചാൻസ് കൊടുക്കും. ഞാൻ പോണേണ്. ആ പോ. എന്തിനാണ് ടീ ഓഫ് ചെയ്ത്? എനിക്ക് കണ്ട അവള് കാണാണ്ടില്ലേ? കണ്ട എന്ത് സ്വഭാവമാണ് എന്താണ്? ഓങ്കാരം നല്ല കീറി കിട്ടാത്തന്നെ കുഴപ്പമാണ്. ഒടിച്ചു വെച്ച് വളർന്നേക്കണ അവളോട്. അല്ല മര്യാദക്കൊന്ന് ഭക്ഷണം കഴിച്ചോ. 4:30. ഇതങ്ങോട്ട് ഫുഡ് വേണ്ട. ഇത്ര നേരമായിട്ട് സാധനം കഴിച്ചിട്ടില്ല ഏട്ടാ ഇവള്. എല്ലാവരും മുമ്പ് പിച്ചി ലതേ നിന്നെ മടിയിട്ടാണ് പേരിട്ടത്. എന്തിനാ പിച്ചെന്നാ? ചേട്ടാ ലത വന്നപ്പോ ഇത് അമ്മക്കുട്ടിയായിട്ടാ വന്നത്. അതിന് പനിയായിരുന്നു. മൂല ആ കൊച്ചിരുന്ന് TV കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റൂല, ആ കൊച്ചു കേട്ടില്ല. ഞാൻ ഒന്ന് ഫോൺ വന്ന് എണീച്ച് പോയതാ. അപ്പൊ കുരിപ്പ TV എടുത്തങ്ങ് ഓഫ് ചെയ്തേക്കണ്. നല്ല അടികളില്ലാത്തിട്ടുണ്ട്. വളർത്തി ഭക്ഷണമൊക്കെ വെച്ചേക്കണല്ല. അതെങ്ങനെ ചോദിച്ചല്ലേ എന്തൊരു വിഷമമായി കാണോ ഇനി? അതങ്ങനെ ഇതൊക്കെ മനസ്സിലാകണത്? എന്റെ ചെറുപ്പത്തിലെ TV കാണാനില്ലാണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോകുമ്പോ പ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്. എന്താണ് ചിത്രത്തിലെ പുതിയ പാട്ടാ. എന്ത് രസാന്നറിയോ? അതിലൊരു ചേട്ടന് കേട്ടാ നല്ല ചേലുണ്ട് കാണാൻ. ഇങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചു വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ അവന്റെ കൂടെ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ടു. അമ്മച്ചിന്റെ അമ്മച്ചി അവിടെ മീൻകറി ഉണ്ടാക്കണേ. വന്നില്ലേ ചിത്രം കാണാൻ? ഇതെന്താണ് ഇങ്ങനെ തുറക്കാനോ ഞാൻ പനി കുടിക്കണില്ല. നോക്കടാ 100 വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടി യുദ്ധമായിരുന്നു. ഇത്രയും കാണാൻ വേണ്ടിട്ട് പോണ നോക്കി. ഈ കണ്ണം തുള്ളണോണ്ട് തുള്ളണാള്. എന്നിട്ട് അങ്ങനെ പോവും. കണ്ണ കൊണ്ടാക്ക്. എങ്ങനെയായിരുന്നാ? ഇല്ലടി ആയില്ല, കറിക്കായില്ല. മീനുണ്ടാക്കണം. വെട്ടി വെച്ചിട്ടേ ഉള്ളു. ഈ ഒരു വിളക്കം കൊണ്ട് ചെയ്യണ്ടല്ല. നിങ്ങൾ പോട്ടെ എന്നാ. ചെല്ലു. പിന്നെ ഞായറാഴ്ച കൗരവരുണ്ട്, വേഗം എന്നോട്ട കാണാൻ. ഓ അലക്കാനുണ്ടാവും ഒരു കുന്ന്. കുഴപ്പമില്ല, വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഈ സാധനം ക്രിക്കറ്റ് കളിക്കാൻ ഓടും. അപ്പൊ എണ്ണാണ് സഹായിക്കാനുള്ളത്. ചെല്ലു ചേച്ചി നേരെ കൊണ്ടാക്കിട്ടോ. കണ്ണ നോക്കി പോണേ. എടാ കണ്ണ വിളക്കി കളിക്കാൻ നോക്കേ, കൈ കൊള്ളൂടാ.
ആ ടി വി നോക്കിയേ, അത് ചൂടായില്ലേ. രാവിലെ തുടങ്ങി ശക്തിമാനും ഹനുമാനും, വൈകിട്ട് 4 മണിയാവുമ്പോ പിന്നെ സിനിമ. ഇത് എന്നിട്ട് വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്? അമ്മ കറിയൊന്നും ഉണ്ടാക്കില്ല അമ്മ? ഇല്ല കണ്ണ, കറിയൊന്നും ഉണ്ടാക്കിയില്ലടാ. അത് കൂട്ടി കഴിക്കും മോനെ. കുഴപ്പമില്ല, കൂട്ടി കഴിക്കും. അമ്മ കഴിക്കാമോ? വേണ്ടമ്മ. നമ്മുടെ പൊന്നല്ലേ, കഴിക്കടാ. എന്താ കണ്ണ കഴിക്കാത്തവള്? അത് സിനിമ കാണാതല്ല. അമ്മോ, സിനിമ കാണാൻ പറ്റാഞ്ഞിട്ടാണാ? അപ്പൊ നിങ്ങള് കളത്തിപ്പറമ്പിൽ പോയിട്ട് കണ്ടില്ലേ? അത് കാണാൻ പറ്റിയില്ല, അവര് പട്ടിനെ അയച്ചു വിട്ടു. പട്ടീനെ അയച്ചു വിട്ടാ? ഒന്നും പറ്റിയില്ല അല്ലേ? നമ്മ എന്താ പറ്റില്ല അങ്ങനെ? മോള് നന്നായിട്ട് പഠിക്കില്ലേ? മോള് പഠിച്ച് വലുതായിട്ട് നമുക്ക് കറണ്ടൊക്കെ എടുത്ത് TV ഒക്കെ മേടിക്കാം. ഞാൻ വെറുതെ പഠിച്ച് നല്ല കാശൊക്കെ വാങ്ങിച്ചു നമ്മളും TV വാങ്ങും. എല്ലാരെയും കാണിച്ചു കൊടുക്കും TV. ആ, എല്ലാരും കാണിക്കാട്ടാ. അല്ല വേണ മോൻ കഴിക്കുന്നത് ഇപ്പൊ കഴിക്ക്. അമ്മല്ലേ, അടുത്ത മാസം കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ കൊണ്ട് വേറെ പടം കാണിച്ചു തരാം. കസിബയില് പുതിയ പടം വരും, അപ്പൊ കാണിക്കാമ്മ. കഴിക്കാമോ? കരയല്ലേ മോളെ ഭക്ഷണത്തിന്റെ മുമ്പ് ഇരുന്ന്? അമ്മോ, കരഞ്ഞിട്ട് എണീറ്റ് പോവല്ലേ മോളെ? ഒന്നും കഴിക്കാണ്ട് പോവല്ല കണ്ടവള്. എന്ത് സിനിമയായിരുന്നു? മമ്മൂട്ടിയുടെ. ഏത് പടം? ഒരു 3 മക്കളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ സങ്കടമായത്. അപ്പച്ചനെ ഓർത്തിട്ടായിരിക്കും. കറിയല്ലേ? അപ്പച്ചനുണ്ടായി അവള് പറഞ്ഞ പോലെ ചിലപ്പോ TV ഒന്നും മേടിച്ചില്ലേ, കറണ്ട് കണക്ഷനെങ്കിലും എടുത്താലേടാ. അമ്മച്ചന്റെ മക്കള് പ്രാകണണ്ടാ? അവള് നന്നായിട്ട് പഠിക്കൂടാ. നീയും പഠിക്കണം, വലിയ നിലയിലാകണം. ഞങ്ങ പഠിച്ച് വലിയ ആകാം. നമ്മ വലിയ TV ഒക്കെ മേടിച്ച് എല്ലാരും കാണിക്കും. മക്കള് പഠിച്ച് വലിയ നിലയിലായിട്ട് നല്ല വീടൊക്കെ വെക്കണം. അവള് നോക്കണോട്ടെ. മതി അപ്പച്ചനെ മനസ്സ് വെച്ചിട്ടായിരിക്കും വിഷമിച്ചിരുന്നത്. എന്നോട് കഴിഞ്ഞ ആഴ്ച മൊത്തം പറഞ്ഞായിരുന്നു മമ്മൂട്ടിയുടെ പടമെന്ന്. അലക്കാനുണ്ടായതുകൊണ്ടാണ് അവളുടെ വർത്താനം കേട്ടാ ഞാനും വന്നത്. എനിക്ക് വിഷമമായി അവർ ഓഫ് ചെയ്തപ്പോ. സാരല്ല, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. പക്ഷെ ഇന്ന് എന്റെ മോള് വളർന്നു വലുതായപ്പോ ആ കുഞ്ഞിലെ ഇവിടുന്ന് അതിന്റെ കണ്ണ് നിറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ മോളങ്ങനെ ചെയ്തല്ലോ എന്നോർത്തപ്പോ കുറെ അനുഭവിച്ചിട്ടുണ്ടായി. കണ്ണിക്കണ്ട വീടിന്റെ കടത്തില്ലെന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് TV കാണാൻ വേണ്ടി. നീ കരയാതെ, നീ വിഷമിക്കല്ലേ, സമാധാനപ്പെടും. അത് മനസ്സിലായി മോളെ. അമ്മയോട് സോറി പറ. സോറി മമ്മി. അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നമ്മള് പാവപ്പെട്ടവരൊക്കെ ആയിരുന്നു. അമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടോന്നുമില്ലാണ്ട്. ഭക്ഷണം എടുത്തു തരട്ടെ അമ്മ? എടുത്തു തരട്ടെ അമ്മ? ബാബ വാരത്തല കരയണ്ടട്ടാ. സാരല്ല, പോട്ടെ.